ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഒരു പുതിയ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാനൊരു മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ ബിരിയാണി ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ എടുത്തു. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വെറും ബിരിയാണിയല്ല, നെയ്മീൻ കൊണ്ടുള്ള ബിരിയാണിയാണ്. നെയ്മീൻ കൊണ്ടുള്ള ബിരിയാണിയാണ്, അതായത് ഫിഷ് ബിരിയാണി. അപ്പോൾ മീൻ ബിരിയാണി എന്നൊക്കെ പറയും പച്ച മലയാളത്തിൽ. അപ്പോൾ മത്തിയും അയിലയും ഒഴിച്ചിട്ട് ഏത് മീനിലും നിങ്ങൾക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഇത് ഞാൻ നെയ്മീൻ കിട്ടിയപ്പോൾ നെയ്മീനിൽ ഉണ്ടാക്കിയതാണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ. ചിലത് ഞാനിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വഴറ്റുന്നതൊന്നും ക്യാമറയിൽ വീണിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വീഡിയോ ഫുള്ളും കാണുക, എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഏജ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ബിരിയാണിയൊക്കെ രാവിലെ വെക്കാൻ പറയും കഴിച്ചിട്ട് പോകാനായിട്ട്, ഓഫീസിൽ പോകുമ്പോൾ, കമ്പനിയിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം എളുപ്പത്തിൽ തന്നെ മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വളരെ ടഫല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ വേഗം ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതേപോലെ ബിരിയാണി ഫിഷ് ബിരിയാണി ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല, അത്രയും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ഇടയിൽ ഞാൻ മറ്റേ ഫേസ് പാക്കിൻ്റെ കാര്യം ഓരോരുത്തർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ച കാര്യം ഞാൻ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ 1 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, 1 കിലോ മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം മീനിൻ്റെ കാര്യം പറയാം. മീൻ നന്നായി വെട്ടിക്കഴുകി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ വയ്ക്കുക. ചൂടായ ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് അധികം മൂക്കാതെ മീൻ വറുത്ത് കോരുക. മീൻ വറുത്ത എണ്ണയിൽ ഉള്ളിയിട്ട് നന്നായി വഴറ്റുക. പെട്ടെന്ന് വഴന്നു വരാൻ ഉള്ളിയിൽ അല്പം ഉപ്പ് വിതറി വഴറ്റുക. ഉള്ളി വഴന്നു വരുമ്പോൾ അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് ഒന്നും കൂടി വഴറ്റി ചെറിയ തീയിൽ 10 മിനിറ്റ് പാത്രം അടച്ചു വയ്ക്കുക. പിന്നീട് തയ്യാറാക്കി വച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഇളക്കുക. അതിന് മീതെ പൊടിയായി അരിഞ്ഞ മല്ലിയില, ഗരം മസാലപ്പൊടി, ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് വീണ്ടും ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക. മസാല മീനിൽ പിടിച്ച് പാകമാകുമ്പോൾ ഇറക്കി വയ്ക്കുക. ഇതാണ്, ഞാൻ ക്യാമറയിൽ വീണിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ട വലിയ ഉള്ളി വളരെ നന്നായി നേർമയായി അരിഞ്ഞത് 1 കിലോ, തക്കാളി 1/4 കിലോ, ഇഞ്ചി അരച്ചത് 3-4 കഷ്ണം, വെളുത്തുള്ളി അരച്ചത് 4 എണ്ണം, പച്ചമുളക് അരച്ചത് 18 എണ്ണം, ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ തൈര് 2 സ്പൂണ്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല ആവശ്യത്തിന്, പാചക എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന്. ഇതാണ്, ക്യാമറയിൽ വീണിട്ടില്ല. അപ്പോൾ ചോറ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ എന്താ പറയുക, കണ്ടോ, ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് തട്ട് ബിരിയാണി പോലെ ആക്കിയെടുക്കുക. അതായത് പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ ആവശ്യത്തിന് ഗരം മസാലയും മല്ലിയിലപ്പൊടിയും അരിഞ്ഞ് ചേർത്ത് വയ്ക്കുക. ബിരിയാണി കളർ അല്പം കലക്കി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയും പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതാണത് കേട്ടോ. കളർ ചേർക്കണമെന്ന് ആവശ്യമില്ല. നെയ്മയം പുരട്ടിയ ഒരു അലൂമിനിയം പാത്രത്തിൻ്റെ അടിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ മസാല ഇടുക. മുകളിൽ ആദ്യം കുറച്ച് പൊരിച്ച ഉള്ളിക്കൂട്ട് വിതറുക. അതിന് മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പകുതി ചോറ് വിളമ്പി വീണ്ടും അതിന് മുകളിൽ ഉള്ളിക്കൂട്ട് വിതറി കലക്കി വെച്ചിരിക്കുന്ന ബിരിയാണി കളർ തളിച്ച് ബാക്കി പകുതി ചോറും വിതറി വീണ്ടും ബാക്കി മുഴുവൻ ഉള്ളിയും കളറും വിതറി ചെറിയ തീയിൽ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പിൻ്റെ കനലിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസല്ലേ, സിമ്മിൽ ഒരു 2-3 മിനിറ്റ് സാധാരണ ഇങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ ഗ്യാസിന് മുകളിൽ അലൂമിനിയം തട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഈ പാത്രം ദമ്മ് പോലെ ഇറക്കി വെച്ച് ദമ്മാക്കി എടുക്കുക. ഈ ബിരിയാണി ചട്നി, സാലഡ്, പുളിയാണ എന്നിവ ചേർത്ത് ചൂടോടെ കഴിക്കാം. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റ് മതി കേട്ടോ. അപ്പം ഞാൻ രാത്രി തന്നെ മീനൊക്കെ വെട്ടിക്കഴുകി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ്, അധികം മൂക്കാതെ ഫ്രൈ ആക്കാതെ വേണം ഇത് പൊരിച്ചെടുക്കാൻ കേട്ടോ. ചോറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ചോറ് വയ്ക്കാനായിട്ട് നെയ്ച്ചോറ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തട്ട് ബിരിയാണി പോലെ ആക്കിയെടുത്താൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 10 മിനിറ്റ് മതി കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് 2-3 മിനിറ്റ് വെറുതെ അടച്ച് വെച്ച് മൂടി വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. അത് ഞാൻ ഫേസ് പാക്ക് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇട്ടതിൽ ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ക്ലിയറായിട്ട് പറഞ്ഞു തരാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ സീഡ്സൊക്കെ നിങ്ങൾ പൊടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഓറഞ്ച് പപ്പായ സീഡ്സ് പൊടി ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ, ചന്ദനമൊക്കെ ചേർത്തിട്ടാണ്, സാൻഡിൽ പൗഡറൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതായത് ഒരു സ്പൂൺ ഓറഞ്ച് പൗഡർ, 1 സ്പൂണ് പപ്പായ സീഡ് പൗഡർ. അത് ഒറിജിനൽ പൗഡറായിരിക്കണം. വിപണിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി ഉണ്ടാവും. അതുപോലെ തന്നെ 1 സ്പൂണ് സാൻഡിൽ പൗഡർ, അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ആ ഫേസ് പാക്ക് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതായത് ഇത് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പൊടിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും അലർജി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം പറഞ്ഞാലും ബാക്കിയുള്ളത് ഈ മഞ്ഞൾപ്പൊടി, തേൻ, അങ്ങനത്തെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരും പറഞ്ഞു തരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞു തരുന്നത് എന്താണ്, നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റയറായിട്ടല്ലേ ഉണ്ടാവുള്ളൂ പപ്പായ സീഡ്സൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അളവൊന്നും പറയാത്തത്. തെറ്റിദ്ധരിക്കരുത്. ഈ തെറ്റിദ്ധാരണ ഇവിടം കൊണ്ട് മാറണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി കാശുണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊന്നുമല്ല കേട്ടോ. എനിക്ക് ഒരുപാട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സങ്ങനെയാണ്. ഞാൻ ഒന്ന് സക്സസ് ആയാൽ അത് ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞു കൊടുക്കും. അത് എടുക്കുന്നവരും എടുക്കാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. ഓക്കെ, ബൈ.